എല്ലാവർക്കും സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി തൊട്ട് നമ്മൾ ഈ ക്രിസ്മസ് സീസൺ തൊട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരാൻ പോയാണ്. അപ്പോൾ ഞാൻ ഇന്ന് മുമ്പ് സാധനം കാണിച്ചത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടോ ഗൈസ്, കൊള്ളാം. നമ്മുടെ ഈ ഡോറിലൊക്കെ വെക്കത്തില്ലേ, ഞാൻ കാണിച്ചു തരാം. ഡോറിലൊക്കെ നമ്മൾ ഫ്രണ്ട് ഡോറിലൊക്കെ വെക്കത്തില്ലേ ഗൈസ്, ആ ഡെക്കോറാണ്. കൊള്ളാം ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ വേസ്റ്റ് മെറ്റീരിയലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഇതില്ലേ ഗൈസ്, ബൾബിൻ്റെ ഒക്കെ സംഭവമില്ലേ, അതാണ് ഞാൻ ഈ മണി പോലെ വെച്ചേക്കുന്നത്. ഇത് രണ്ടും പൈനാണ്, പൈൻ ട്രീയുടെ കായില്ലേ ഗൈസ്, അതാണ്. അപ്പോൾ അത് ഞങ്ങൾ വാഗമണ്ണി പോയപ്പോൾ അവിടെ നിന്ന് എടുത്താട്ടോ. പിന്നെ ഈ ഒരു പുല്ല് പോലെ ഇരിക്കുന്നത്, ഈ സാധനത്തിന് എന്തോ 38 രൂപയാണ് ആയത്. ഇതിന് 38 രൂപയാണ് ഗൈസ് ആയത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാം. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് ഡോറിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇത് ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും പിന്നെ ന്യൂസ് പേപ്പറില്ലേ ഗൈസ്, നമ്മുടെ പഴയ ന്യൂസ് പേപ്പർ, അത് ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യണം. 2-3 പേപ്പേഴ്സൊക്കെ കുടിയാൻ വേണം. അപ്പോൾ ഞാൻ ഇത് ഒരു 2-3 റൗണ്ട് ചെയ്തിങ്ങനെ, വെള്ളം ഒട്ടും വെള്ളം പാടില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പേപ്പർ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു പീസായത് കുറച്ച് മാത്രം ഇങ്ങനെ, ഇതിപ്പോൾ അടിയിലിങ്ങനെ കിടപ്പുണ്ട്, 2-3 മാത്രമായിട്ട് ഇങ്ങനെ കിടക്കണം. ഒരുപാട് ഇങ്ങനെ ക്രഷ് ആയി പോകരുത്. അത് ചെയ്തിട്ട് ഒട്ടും വെള്ളമില്ല. നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നെക്കി എടുക്കണം. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കണം. അതിപ്പോൾ ഒരു 3-4 ഞാൻ താഴെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു 3 ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് ഗൈസ്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഉണക്കാൻ വെക്കണം. കുറച്ച് ടൈം എടുക്കുവാണെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് അതേപോലെ തന്നെ ആക്കാം. ഇത് ഇപ്പോൾ ഒന്ന് കീറി വെള്ളത്തിൽ ഇട്ടേക്കണേ ഉള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പാകത്തിൽ എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് വലിയ ബോൾസ് വേണമെങ്കിൽ വലുതാക്കി നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം, പിന്നെ 2-3 സ്മോളും, പിന്നെ മീഡിയം, പിന്നെ ഒരു വലുതുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ വെള്ളം കളയുക, അല്ലെങ്കിൽ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ വെള്ളം നല്ലതായിട്ട് തന്നെ പ്രസ് ചെയ്ത് കളയുക. സാധനം കൂടി മേടിക്കാറുണ്ട് പുറത്ത് പോയി. അപ്പോൾ അത് ഇപ്പോൾ അക്ക പുറത്ത് പോകണ്ട, അപ്പോൾ നമുക്ക് മേടിക്കാം ഗൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ചിലവ് വന്നിട്ടില്ല നമുക്കിപ്പം. നമുക്കിനി കുറച്ച് സാധനം മേടിക്കണം. ഒരു ഗ്ലൂ മേടിക്കണം, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ മേടിക്കണം ഗൈസ്. ഇത് രണ്ടുമാണ് ഇനി മേടിക്കാനുള്ളത്. നല്ലതായിട്ട് തന്നെ പ്രസ് ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ഈ പേപ്പറിൻ്റെ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ ഗൈസ്, ആ പ്രിൻറ്റിൻ്റെ സംഭവം വരെ, അത് കുഴപ്പമില്ല, കഴുകിയേ പോകും. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ചെയ്യാം ഗൈസ്. പക്ഷേ അതിപ്പോൾ ഉണങ്ങാൻ വെച്ചേക്കൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ ഒരു ബോൾ പോലെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് വെച്ച് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡൻ ഇരിപ്പുണ്ട്, സിൽവർ മാത്രമേ ഇല്ല. ഇതിൻ്റെ ഗോൾഡൻ ഗിൽറ്റ് ഉണ്ട്, പക്ഷേ സിൽവർ ഇല്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുക്കുന്നത്. ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് ഗോൾഡൻ കളറിൽ തന്നെ എടുക്കാം. സിൽവർ കളറിലെ ഗിൽറ്റ് തന്നെ എടുക്കാം ഗൈസ്. ഇത് എടുത്തിട്ട് എടുക്കാം. ഓക്കെ, സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ആണ് ഇത് സെക്കൻഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യണ ഞാൻ വേറെ കാണിച്ചു തരാം. പക്ഷേ ഇത് നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്തത്. വേറൊരു പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്ത് അകത്ത് വെച്ചിട്ടാണ് ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞേക്കണേ. ഇത് വേറൊരു മെത്തേഡ്. പിന്നെ അത് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞിട്ട് നമ്മൾ ഗിൽറ്റിൽ ഇങ്ങനെ മുക്കണയാണ് സംഭവം. സ്പ്രെഡ് ചെയ്ത് ഫുള്ള് ഗിൽറ്റാക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ വെട്ടം വരാനത്ത് തിളങ്ങും ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പം തോന്നത്തില്ലെങ്കിലും വെട്ടം വരാനത്ത് തിളങ്ങും, കാണാവോ? അപ്പോൾ ഇതാണ് സെക്കൻഡ്. അത് നമുക്ക് ഉണങ്ങിയിട്ട് വേണം ചെയ്യാം. പക്ഷേ ഇതാണ് ഞാൻ ഇപ്പോൾ കാണിക്കണത്. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇത് സെക്കൻഡാണ് ഗൈസ്. അത് വേറൊരു ടൈപ്പാണിത്. കണ്ടോ, അതിൻ്റെ പുറത്ത് ഈ ഗോൾഡൻ കൊണ്ട് ചെയ്താൽ നല്ലതാണ്. പക്ഷേ ഇത് വേറൊരു മെത്തേഡാണ്. ഇപ്പം അത് ഞാൻ കാണിക്കാത്തത് ഉണങ്ങാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് വേറൊരു മെത്തേഡാണ്. കണ്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇത് വെട്ടത്ത് വരാനും നല്ല രസം ഉണ്ടാകും കാണാൻ. ഇപ്പോൾ ഈ ഫോയിൽ പേപ്പറിൻ്റെയൊക്കെ ഫോയിൽ പേപ്പർ ഉള്ളവർ എടുക്കാൻ നോക്കുക. ബിക്കോസ് ഇത് നല്ല ഭംഗിയാണ്. അടുത്തെടുത്തേക്കുന്നത് വൈറ്റും റെഡും ക്ലേ ആണ്. ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. എനിക്ക് കാര്യം മനസ്സിലാക്കാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ അടുത്ത പാർട്ട് 2 ഉണ്ടാക്കി ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാൽ ഇത് അങ്ങോട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. നല്ല രസമുണ്ട്. ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ശരിക്കുള്ള നമ്മളെ ബോൾസ് ഇല്ല, ക്രിസ്മസിലൊക്കെ തൂക്കണ ബോൾസ്, അതേപോലെ തന്നെയുണ്ട് ഗ്ലേസിങ് ഉള്ളത്. പിന്നെ ഞാൻ ഇത് നിങ്ങൾ കണ്ടില്ലല്ലോ ഗൈസ്, കണ്ടോ,
നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇതേപോലത്തെ 2 ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതേപോലത്തെ ടൈപ്പ് തന്നെ വേറെ കളേഴ്സൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേപോലത്തെ തന്നെ 2-3 കൂടി ഇനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രണ്ടും പിന്നെ മറ്റേ നമ്മൾ ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കാണിച്ചു വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വൈകാതെ തന്നെ പാർട്ട് 2 വരും. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണാനടുത്ത് അത്ര ഇതൊന്നും തോന്നത്തില്ലെങ്കിലും കുറച്ച് പാടുണ്ട് ഉണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ ഫോയിൽ പേപ്പർ തപ്പി കണ്ടുപിടിക്കാൻ കുറേ നടന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലത്തെ ഞാൻ കുറച്ച് സാധനം കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗൈസ്. പക്ഷേ എല്ലാം കൂടി കാണിച്ചാൽ കുറച്ച് ലോങ് ആയിപ്പോകുന്ന ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കണത്. ഇപ്പോൾ ഞാൻ മോഡൽ മാത്രമേ നിങ്ങളെ കാണിച്ചു തരൂ. ഇത് ഗൈസ് ഇതേപോലത്തെ പല കളർ നമുക്കിനി ഉണ്ടാക്കണം. പിന്നെ മറ്റേത് കാണിക്കാത്തത് ഉണങ്ങിയിട്ടില്ല ഗൈസ്. 3 മണിക്കൂറെങ്കിലും വെക്കണം അത് ഉണങ്ങാൻ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 2 മണിക്കൂർ. എനിക്കിപ്പോൾ കുറേ ടൈമുണ്ട്, പക്ഷേ കുറച്ച് ടൈം എടുക്കുക ഉണങ്ങുന്നത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഗിൽറ്റ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ എന്തായാലും വരും, ഉറപ്പാണ്, മസ്റ്റാണ്. നാളെ തന്നെ എന്തായാലും ഇടാൻ ഞാൻ നോക്കാം, മാക്സിമം ഞാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഗൈസ്. ഇതും കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.